ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നിങ്ങൾക്ക് കുറച്ച് മോർണിംഗ് റൈഡിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. രാവിലെ നമ്മൾ മോർണിംഗ് റൈഡ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങളുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ 4 കിലോമീറ്ററോളം സൈക്കിൾ ഇപ്പോൾ ചവിട്ടി. മോർണിംഗിൽ തന്നെ സൈക്കിൾ ചവിട്ടുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അതൊരു വേറെ ലെവലാണ്. നമ്മളിങ്ങനെ മോർണിംഗ് റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള റോഡുണ്ടാവും. ചെറിയ റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ ചെറിയ ചെറിയ തന്നെ ലോക്കൽ ഏരിയസൊക്കെ. ശരിക്കും നമ്മൾ അങ്ങനത്തെ റോഡിൽ പോകുമ്പോഴുള്ള ഫീലിംഗ് ഇല്ല, അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ റോഡിൻ്റെ തന്നെ 2 സൈഡ് നിങ്ങൾ കണ്ടില്ലേ, ചെടികൾ വളരെ മനോഹരമായിട്ട്, അതുപോലെ തന്നെ വലിയ ചെടികളും ബുഷ് ചെടികളും മറ്റുള്ള സൈഡിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് വല്ലാത്ത നല്ലൊരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി സൈക്കിൾ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെ നല്ല രീതിയിൽ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ്ടാ. നമ്മളൊക്കെ വീട്ടുകളിൽ ചെടികൾ വെക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള അപാകതകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. ഇവിടെ നോക്കല്ലോ എത്ര മനോഹരമായിട്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ ചെടികൾ വെച്ചതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടുന്നില്ല. അങ്ങനെ നല്ല സീനൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത്. പിന്നെ നല്ല നല്ല കാഴ്ചകളുണ്ട്, കാണിച്ചു തരാം.
ചെയ്ത് ഇപ്പോൾ ഏകദേശം 7 കിലോമീറ്റർ റൈഡ് ചെയ്തു. വൈകിട്ട് എണിക്കുന്ന ആളുകൾക്കുള്ള ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞെങ്കിൽ രാവിലെ എണിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ എണിക്കുവാൻ വേണ്ടി ശ്രമിക്കും. ശരിയല്ല? പിന്നെ സൈക്കിൾ ചെയ്യുമ്പം മാസ്ക് ഇടണമെന്ന് എല്ലാവർക്കും ഇടണ്ടേന്നുള്ള ഡൗട്ട് ഉണ്ടാവും. നമ്മൾ വേറെ ആൾ സംസാരിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് മാസ്ക് ഇടണം. മറ്റേ ചില മാസ്ക് ഇടേണ്ട അത്ര ആവശ്യം വരുന്നില്ല. അങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ട് ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാം. മുരിക്കിൻ്റെ മരം കണ്ട. ചെറുപ്പത്തിൽ നമ്മൾ കുരുത്തക്കേട് കളിക്കുന്ന സമയത്ത് നമ്മളെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, കുരുത്തക്കേടുണ്ടെങ്കിൽ കൈ കൊണ്ടുപോയി മുരിക്കിൻ്റെ അതിന് കൊണ്ടുപോയി വരക്കെന്ന് പറയലുണ്ട്. അപ്പോൾ പെട്ടെന്ന് മുരിക്കിൻ്റെ ആ മരം കണ്ടപ്പോൾ ആ ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയ ഓർമ്മ വന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കണ്ടുകൊണ്ട് നിങ്ങൾക്കും കൂടി ആ പഴയ നൊസ്റ്റാൾജിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പിടിച്ചത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ മുരിക്കിൻ്റെ ചെടിയൊക്കെ കണ്ട് നമ്മൾ നേരെ വീണ്ടും സൈക്കിൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സൈക്കിളിലേക്ക് തന്നെ പോവാം. അങ്ങനെ വീണ്ടും സൈക്കിളിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ